ഇടുക്കി വാഗമണ്ണിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. ഈരാറ്റുപേട്ട സ്വദേശികളായ സഞ്ചാരികളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഭിന്നശേഷിക്കാരിയായ യുവതി അടങ്ങുന്ന സംഘത്തിന്റെ വാഹനമാണ് വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് സംഭവം നടന്നത്. ഈരാറ്റുപേട്ട സ്വദേശികളായ കുടുംബാംഗങ്ങൾ വാഗമൺ യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ് ബൈക്കിലെത്തിയ അജ്ഞാത സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. സാദിഖും കുടുംബവും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും അസഭ്യവർഷം നടത്തുകയുമായിരുന്നു. സാദിഖിന്റെ മാതാവും ഭിന്നശേഷിക്കാരിയായ സഹോദരിയും സംഭവ സമയം വാഹനത്തിലുണ്ടായിരുന്നു. മാസ്കോം ടീ ഫാക്ടറിക്ക് സമീപമായിരുന്നു ആക്രമണം. തെറ്റായ ദിശയിലൂടെ കാർ ഓടിച്ചെന്നാരോപിച്ചായിരുന്നു അതിക്രമം. കാറിൽ നിന്നും പുറത്തിറങ്ങിയ സാദിഖിനെയും ഭാര്യാപിതാവിനെയും പ്രതികൾ മർദ്ദിച്ചു. കാറിലിരുന്ന ഭിന്നശേഷിക്കാരിയായ സഹോദരിക്ക് നേരെയും ആക്രമണമുണ്ടായി. നമ്മളോട് ചോദിക്കുക എന്താ കേസെന്ന് ചോദിക്കുക. കാരണം തലേ ദിവസം നമ്മളൊരു രാവിലെ 9 to 11 രാത്രി 11 മണി വരെ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്ക് എന്താ പറയാ ഈ എസ്ഐയുടെ മുമ്പിൽ പോയത് ഇതാ ചോദിക്കുന്നത് എന്താ കേസെന്ന് ചോദിക്കുക. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് പോലീസുകാരോട് പറഞ്ഞ ഇവരെ ഒന്ന് നോക്കിയൊന്ന് മാസ്റ്റർ എഴുതാൻ കൊണ്ടുപോകണം. അക്രമത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പ്രതികൾ എറിഞ്ഞു പൊട്ടിച്ചു. സംഭവത്തിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ കാത്തു നിൽക്കേണ്ടി വന്നതായും കുടുംബം ആരോപിക്കുന്നു. ഉപദ്രവിക്കേണ്ട യാതൊരു കാരണവും ഉണ്ടായില്ല. വാഹനം തടഞ്ഞു നിർത്താനോ വലിച്ചിറക്കാനോ അടിക്കാനോ വേണ്ട യാതൊരുവിധ വിഷയങ്ങളും ഉണ്ടായില്ല. വളരെ സ്മൂത്തായിട്ട് വാഹനം ഓടിച്ചു വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി യാതൊരു കാര്യമില്ലാതെ പ്രകോപിതമായി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് ഇവരുടെ ഒരു വലിയ സമ്മർദ്ദം കൊണ്ട്, അതായത് അതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയിരുന്ന് ഇവർ പ്രതിഷേധം എന്നതുപോലെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. സംഭവത്തിൽ വാഗമൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മൂന്നാറിലും വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.